ഇടുക്കിയിലെ സാഹചര്യം തന്നെ പരിശോധിച്ചാൽ ചിന്നക്കനാലിലെ പുൽമേടുകൾ വ്യാപകമായി കത്തിനശിച്ചിരിക്കുകയാണ്. ഈ വേനൽ ചൂടിൽ കാട്ടാനകൾ സ്ഥിരം മേഞ്ഞു നടന്നിരുന്ന പുൽമേടുകളാണ് ഇത്തരത്തിൽ കാട്ടുതീയിൽ കത്തിനശിച്ചിരിക്കുന്നത്. ഇതോടെ കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് കൂടുതലായി എത്തുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആനകൾക്ക് ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും ഒക്കെ ഉറപ്പാക്കുന്ന പദ്ധതികൾ നടപ്പാക്കാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല എന്നും ഈ കർഷകർ ആരോപിക്കുകയാണ്. കാര്യമായ വേനൽ മഴ ലഭിച്ചാൽ മാത്രമേ കത്തിക്കരിഞ്ഞ പുൽമേടുകൾ വീണ്ടും പച്ചപ്പണിയുകയുള്ളൂ. സന്ദീപ് രാജാക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചിന്നക്കനാൽ പഞ്ചായത്തിലെ ചിന്നക്കനാലിനും സിംഗുകണ്ടത്തിനും ഇടയിലുള്ള ഒരു വലിയ മലമേടാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഇത് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ആനകൾ നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ് ഇവിടം. ഇതിന് തൊട്ട് മുകൾ വശത്തായിരുന്നു അരിക്കൊമ്പൻ ദൗത്യമടക്കം നടന്നത്. എന്തായിരുന്നാലും ഈ ചുറ്റും കാണുന്ന മുഴുവൻ മലനിരകളും ഇപ്പോൾ കത്തി നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒന്നും പച്ചപ്പായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യവുമില്ല. പ്രധാനമായി ആളുകൾ പറയപ്പെടുന്ന ഒരു കാരണം, ഈ കാട്ടാനകൾ പൂർണ്ണമായും അങ്ങോട്ടേക്ക് കൃഷിയിടങ്ങളിലേക്കൊക്കെ എത്താൻ ആളുകൾ പറയുന്ന ഒരു കാരണം ഈ മലമേടുകൾ മുഴുവനും പുല്ല് മുഴുവനും കത്തി നശിച്ചതാണ് എന്നാണ്. അത്തരത്തിലാണോ? പുൽമേടുകൾ കത്തിച്ച് ജൈവായുധമായിട്ട് ഇതിനെ ഉപയോഗിക്കുക, ആനകളെ കൃഷിഭൂമിയിലേക്ക് കടത്തിവിടാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നത്. കാരണം വനവിജ്ഞാപനം വന്നു, അത് മരവിപ്പിച്ചേക്കുവാന്ന് പറഞ്ഞു. ഇത് മൂക്കണമെങ്കിൽ ഇതുപോലെ വന്യജീവി ജനങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ വനം നിർബന്ധമായിട്ട് വനവിജ്ഞാപനം ഉറപ്പിക്കണമെന്നുള്ള മനഃപൂർവ്വം ചെയ്യുന്ന പരിപാടിയായിരുന്നു വനം വകുപ്പ്. ഈ പുൽമേടിലൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് ഇത്രയും അധികം ഈ വേനൽക്കാലത്തെ അത്രയും ശല്യമില്ല. പുൽമേടുകൾ ഉണ്ടെങ്കിൽ ആന ഒരു പരിധിക്ക് അവിടെ നിൽക്കും. കുറേയൊക്കെ തിന്നാവുന്ന സാധനങ്ങളുണ്ട്, അത് തിന്നും. പിന്നെയുള്ള സമയത്ത് വെള്ളം കുടിക്കാൻ ഡാമിലൊക്കെ പോകും. അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ പണ്ട് ഒരു പ്രോജക്റ്റ് കൊടുത്തതിൽ നിരവധി കാര്യങ്ങൾ എഴുതി കൊടുത്തു, അതൊന്നും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. 2017 200 കോടി രൂപ വനം വകുപ്പിന് കിട്ടിയിട്ടുള്ളതാണ് ഇവിടെ ആനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ തുക ആളുകളെ കൊല്ലുന്ന ആനകൾക്ക് അതിന് പാരിതോഷികമോ നഷ്ടമോ ആയിട്ട് സർക്കാർ കൊടുത്ത് തീർക്കാൻ വെച്ചേക്കാം. അപ്പോൾ ആ കാലം മുതൽ കൂട്ടിയാൽ ഇപ്പം ഒരു 20 പേർക്ക് മുകളിൽ ആൾ കൊന്നിട്ടുണ്ട്. ഈ പറയപ്പെടുന്ന പ്രദേശങ്ങളിൽ ഈ വെള്ളവും ഒപ്പം തന്നെ ഈ പുല്ലുമൊക്കെ ഉണ്ടെങ്കിൽ ആനകൾ ഇവിടെ തന്നെ നിൽക്കുമെന്ന്? തീർച്ചയായിട്ടും നിൽക്കും. ആ ഇൻഡോസീസിലൊക്കെ വെച്ചേക്കുന്ന സൈസ് പുല്ല നട്ട് പിടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ സുഖമായിട്ട് ആനകൾ ഇവിടെ നിൽക്കും. ഇനിയിപ്പം ഒരു വേനൽ മഴ പെയ്താൽ ഇത് കിളിർത്ത് പൊങ്ങും അല്ലേ? കിളിർത്ത് പൊങ്ങിക്കഴിയുമ്പം പിന്നെ വഴിയാത്രക്കാർക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ആന ഒതുങ്ങി നിൽക്കും. ആ സമയത്ത് തീറ്റ ഉണ്ടെങ്കിൽ ആന മറ്റ് ശല്യത്തിന് കുറയ്ക്കും. ഇപ്പോൾ പച്ചപ്പെന്ന് പറഞ്ഞ കൃഷി മേഖലയിൽ ജനങ്ങൾ നട്ടുപിടിപ്പിച്ച സാധനം മാത്രമേ ഉള്ളൂ. അതാ അതിൻ്റെ പ്രധാന കാര്യം. എന്തായിരുന്നാലും അത്തരത്തിലാണ് ആളുകൾ പറയുന്നത്. നമ്മൾ ഈ കാണുന്നത് പോലെ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം, ഇവിടെ 4 വശത്തായിട്ട് തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ 4 വശത്തും തീ പടർന്ന് പൂർണ്ണമായും എല്ലാ മേഖലയും തന്നെ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആകെ ഉള്ളത് നമ്മളിപ്പോൾ കണ്ടതുപോലെ കൃഷിയിടങ്ങളിൽ മാത്രമാണ് അല്പം പച്ചപ്പുള്ളത്. അതുകൊണ്ടാണ് ആനകൾ എത്തുന്നത്. ഇതിന് അടിയന്തരമായിട്ടുള്ള ഒരു പരിഹാരം പലപ്പോഴും പ്രഖ്യാപനങ്ങളിൽ ഉണ്ടാകുന്നതാണ്. ഈ ആനകൾക്ക് കാട്ടിൽ തീറ്റയും വെള്ളവും ഒക്കെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നൊക്കെ. അത്തരം ഒരു പദ്ധതി കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ കഴിയൂ എന്നാണ് ആളുകളടക്കം വ്യക്തമാക്കുന്നത്. അതിനുള്ള പദ്ധതികൾ വനം വകുപ്പ് ഒരുക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.